എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്ലേ ഉപയോഗിച്ചൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ചതുരത്തിലുള്ള ഒരു ബോട്ടിലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം ബേസ് കോട്ടായിട്ട് നമുക്ക് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വൈറ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു വൃക്ഷത്തിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുകയാണ്. കുറച്ച് പേപ്പർ ഇങ്ങനെ നീളത്തിൽ ചുരുട്ടി ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ഈ വൃക്ഷത്തിൻ്റെ തടി പോലെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ക്ലേ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. ആദ്യം ക്ലേ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബ്രാഞ്ച് പോലെ വരുന്ന ഭാഗത്തും പേപ്പർ ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ബോട്ടിൽ നിന്നും പുറത്തേക്ക് കുറച്ചുകൂടി തെള്ളി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മുകളിൽ ഈ ബ്രാഞ്ചുകളും ഇലകളും എല്ലാം വരുന്ന ഭാഗത്തും കുറേ പേപ്പർ ചുരുട്ടി അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നതിനായിട്ട് പുറമെ മാസ്കിംഗ് ടേപ്പ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. മോൾഡിഡ് ക്ലേ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ക്ലേ കൊണ്ട് കവർ ചെയ്യാം. ക്ലേ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ക്ലേ മോൾഡിങ് ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഷേപ്പാക്കി എടുക്കാം. മരത്തടിയിൽ നൈഫ് വെച്ച് ചെറുതായിട്ട് വരച്ച് ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കും. ഇനി ഈ മരത്തിലേക്ക് വലിഞ്ഞു കയറുന്ന രീതിയിൽ നമുക്കൊരു കരടി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ക്ലേ മോഡലിംഗ് ഒന്നും പഠിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് എന്നെ കൊണ്ടാകും പോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരുവിധം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ അടപ്പ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ക്ലേയിൽ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എലിയുടെ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കണം.
ഇല കൊണ്ട് നമുക്കിനി ഈ മുകൾ ഭാഗം മുഴുവനും കവർ ചെയ്തെടുക്കണം. താഴെ നിന്ന് മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് മുഴുവനും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 മഷ്റൂം ഉണ്ടാക്കിയെടുക്കുകയാണ്. കരടി ഈ മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നത് ഒരു ലക്ഷ്യമായിട്ടാണ്. നമുക്കിനി അത് ഉണ്ടാക്കിയെടുക്കാം. കരടിയുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ് തേൻ. അപ്പോൾ നമുക്കൊരു തേനീച്ചക്കൂട് ഉണ്ടാക്കിയെടുക്കാം. തേനീച്ചക്കൂടിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറച്ച് ത്രെഡ് ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാട്ടുപുള്ളികളൊക്കെ വളർന്നു നിൽക്കുന്ന പോലെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇതിൽ ചെറിയ ഇലകൾ പോലെ ക്ലേ കൊണ്ടുണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണ്ട, അവിടെയും കുറച്ച് ക്ലേ കൊണ്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ക്ലേ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കളർ ചെയ്തെടുക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ബ്ലൂ ഷെയ്ഡും കൊടുക്കാം. അങ്ങനെ ഈ ബോട്ടിലിൻ്റെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ഈ ബ്ലൂ തന്നെയും കൊടുത്തിരിക്കുകയാണ്. ഇനി ഇലകൾക്കെല്ലാം ഒരു ഗ്രീൻ കളറും കൊടുക്കാം. ഇനി ഗ്രീൻ കളർ വരുന്ന ഭാഗങ്ങളിലെല്ലാം അങ്ങ് കവർ ചെയ്തെടുക്കാം. ഈ മരത്തടിക്ക് ഒരു ബ്രൗൺ കളറും കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നിനും നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ അങ്ങ് ചെയ്തെടുക്കാം. തേനീച്ചക്കൂടിന് ആദ്യം ഒരു റെഡ് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ യെല്ലോ ഒക്കർ കൂടി കൊടുക്കുകയാണ്.
അങ്ങനെ കരടിക്കും കളർ കൊടുത്തിട്ടുണ്ട്. ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന പോലെ ഗ്രീൻ കൊണ്ടൊന്ന് ചെയ്തെടുക്കുക. കുറച്ച് മെറ്റാലിക് ഗോൾഡ് കയ്യിൽ നിന്ന് പുരട്ടിയിട്ട് തേനീച്ചക്കൂടിന് മുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഷൈനിങ് ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. പിന്നെ ഇതിന് ചുറ്റുപാടും ഇങ്ങനെ ചെറിയ ഡോട്ടുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേനീച്ചകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടാൻ. പിന്നെ ഈ ഇലകൾക്ക് മുകളിലൊക്കെ ഒന്ന് മെറ്റാലിക് ഗ്രീൻ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് ഓടിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഈ ബോട്ടിൽ ക്യാപ്പിന് ഒരു ഗോൾഡ് കളറും കൊടുക്കുകയാണ്. ഈ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് കൂടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ വർക്ക് അത്ര എളുപ്പമാണെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും നമുക്ക് അല്പം ക്ഷമയും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.